രാത്രിയിൽ കിടക്കാൻ കട്ടിലേച്ച് നോക്കിയപ്പോൾ തുണിയെല്ലാം കൂടെ അവിടെ കിടക്കും. ആടേറി കിടക്കുന്ന കണ്ടിട്ട് പ്രാന്ത് പിടിച്ചിട്ട് ശരിയാക്കി വെക്കാം. അങ്ങനെ ബ്ലാക്ക് ഷർട്ടും വൈറ്റ് ഷർട്ടും കൂടെ ഒരു സെറ്റ് ആക്കി ആദ്യത്തിൽ ഈ സെറ്റ് ഫുൾ എന്റെ ഫ്രണ്ട് വിദ്യാന്തിനാണ്. പറഞ്ഞാൽ അവന്റെ അപ്പൂപ്പനാണ്. നല്ല അടിപൊളി സെലക്ഷൻ അപ്പൂപ്പൻ. ഈ സെറ്റ് മുഴുവൻ ദൈവം സഹായിച്ച എന്റെ തന്നെ. അതെല്ലാം കൂടെ അടുക്കി പെറുക്കി വെച്ചപ്പോഴത്തേന് അടിവൈറ്റ് മഞ്ഞ് വീണ പോലെ ഒരു ഫീൽ. അപ്പൊ തന്നെ ഒരു ഉഷാറ്. നല്ല വിശപ്പ്. അടുക്കള പോയി നോക്കാൻ ഫ്രിഡ്ജിന്റെ അകത്തിൽ എന്തെങ്കിലും ഉണ്ടോ. ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നത് നമ്മളാണെങ്കിൽ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന പായസം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കാറുണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കിട്ടുന്നത് ഭയങ്കര റെയർ ആയിട്ടാണ്. ഒന്നുമില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കുന്ന ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ബോയ്സിനെ അറിയും. അങ്ങനെ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി ഒരു പാനും തവി എടുത്തു നല്ലതായിട്ട് കഴിയിട്ട്. ഗ്യാസൊക്കെ ആണെങ്കിൽ പായസമൊക്കെ ചൂടാക്കി എടുത്തു. ഒരു സ്പൂണും കഴിയെടുത്ത് അതേ പാത്രത്തിൽ തന്നെ കോരി കുടിച്ചു. അറിയാകുമ്പോൾ എന്റെ പള്ളക്ക് അല്ലേലുള്ളതാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. അങ്ങനെ അതിന്റെ ലാസ്റ്റ് സിപ്പ് വരെ ഊറ്റി കുടിച്ചിട്ടാണ് ഞാനാണെങ്കിൽ ആ പാത്രം കഴുകി വെച്ചത്. രാവിലെ ആയപ്പോൾ ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ഇന്നലത്തെ അടുക്കിപ്പറക്കലിന്റെ ബാക്കിപത്രമായിട്ടുള്ള ഈ തുണി കഴുകാന്നുള്ളത്. ചെറുപടേ എന്ന് പറഞ്ഞാൽ ആ തുണിയെല്ലാം കഴുകിയിട്ട്. കാരണം വെച്ചാൽ ഒരു ലോഡ് പണി പുറകെ നടക്കും. മാസപ്പിറവി കണ്ടില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ മാസം തുടങ്ങിയില്ലേ. അപ്പൊ റേഷൻ കിട്ടാൻ എന്തായാലും ടൈം കിട്ടിയ ചാക്കും കാറും ഒക്കെപ്പാടെ എടുത്തിട്ടാണെങ്കിൽ നേരെ റേഷൻ കടയിലേക്ക് വിട്ടു. പച്ചരി, പുഴുക്കലരി, ഗോതമ്പൊടി അങ്ങനെ നാനാജാതി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരിച്ചു വീട്ടിൽ നിന്ന് അടുത്ത പണി എന്ന് വെച്ചാൽ ഈ കേടായ ഫാൻ അഴിച്ചുകൊണ്ട് കൊടുക്കുക. അങ്ങനെ മേലേന്ന് ഫാനൊക്കെ ഊരി താഴെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് പിടിച്ചിട്ടാണെങ്കിൽ ആ ലീഫിന്റെ സ്ക്രൂ പോരാഞ്ഞു എവിടെ തൂത്ത് തുടച്ച് അവിടെ കൊണ്ട് കൊടുത്തു. അവിടെ തന്നപ്പോ ലീഫൊക്കെ ഊരി ഞങ്ങളുടെ ബാക്കി പാട്ടെടുത്ത് പുള്ളിക്കാരെ ശരിയാക്കാം. ലീഫിലപ്പാടെ തുരുമ്പായിരുന്നോണ്ട് അതാണെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെയിന്റ് മേടിക്കാനായിട്ട് പെയിന്റ് കഴിഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഒരു ടോപ്പും മേടിച്ചു. ഇതിലേക്ക് ഒരു മീനും മേടിച്ച് വെട്ടാൻ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ. അതും വാങ്ങി ഹാർഡ്വെയർ കടയിൽ കയറി കുറച്ച് ആണിയും വാങ്ങി തിരിച്ച് വീട്ടിൽ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അനിയനാണെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ടിട്ടാണെങ്കിൽ ആ ലീഫിലെ തുരുമ്പൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്. അതെല്ലാം ഉരച്ചുരച്ച് കഴിഞ്ഞിട്ട് തൂത്ത് തുടച്ചെടുത്തിട്ടാണെങ്കിൽ അച്ഛനും മോനും കൂടി ഇരുന്നിട്ട് പെയിന്റ് അടിക്കാനായിട്ട് നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം വൈകിട്ടത്തെ ഫുട്ബോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ണിയുടെ വീട്ടിൽ അസംബിൾ ആയിട്ട് അവിടുന്ന് എല്ലാവരും കൂടെ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പോകുന്ന സീനാണ് ഈ കാണുന്നത്. ട്രാഫിക് റൂൾസ് ഒക്കെ ഇവന്മാർക്ക് എന്ത് കാരണം ഇവന്മാർ ഓട്ടുന്നത് സൈക്കിളല്ല. ഫ്രണ്ടിലോ ബാക്കിലോ വേണമെങ്കിൽ തലയിലിരുത്തി വേണമെങ്കിലും കൊണ്ട്. രാത്രി ആയപ്പോഴത്തേനും നമ്മുടെ ചക്കും കാത്തും കൂടെ ഡാൻസ് മോഡ് ആ പാടെ കൈകൊട്ടി കളിക്ക് കണ്ടുപിടിച്ച ഒരു സ്റ്റെപ്പേ അറിയുള്ളൂ. അത് വെച്ചിട്ടാണ് ഇത്രയും കോൺഫിഡൻസിൽ ഇവളീ തുള്ളുന്നത്. അച്ഛൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ. 6 മത്തിയൊക്കെ അടിച്ചതിന്റെ കിക്കിലാണ് ആ ചാമ. അത്രയും മത്തി അടിച്ചിട്ട് മാമനാണെങ്കിൽ വന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേനും മാമനെ വട്ടം പിടിച്ചേക്കാണ് 2 എണ്ണം കൂടി. ഇനി മീൻ ഉണ്ടെന്നുള്ള രീതി. കുറച്ച് മുന്നേ മീൻ തിന്നേന്റെ ഏമ്പക്കും പോലും മര്യാദയ്ക്ക് വിട്ടിട്ടില്ല മോയന്തകൾ. എന്നിട്ട് ഇടക്കേറി അങ്ങ് പോകുന്നുണ്ടല്ലേ ഷൊണ്ണാപ്പി. ഇല്ലെന്ന് മാമനാണെങ്കിൽ ഒരു 100 വട്ടം പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കഴിഞ്ഞപ്പോഴേ നമ്മുടെ അടുത്ത് കുട്ടമ്പേര് അമ്പലത്തിലാണെങ്കിൽ നാടൻപാട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോയി. എന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. ആ തീമേലൊരു പുള്ളി കിടപ്പുണ്ട്. ഇപ്പൊ പൊന്തി വരും. തുണിയായപ്പോഴത്തേനും എല്ലാം പൂട്ടിക്കെട്ടിയോണ്ട് തന്നെ ഒരു കപ്പലിനെയും മേടിച്ച് നമ്മുടെ കൂടെ വന്ന് 2 എണ്ണത്തിനെ കൂട്ടി നമ്മളാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയി. ഓക്കെ ബൈ, ബാക്കി നാളെ.